രാത്രി 12 മണിക്ക് ശേഷം 1 മണി 2 മണിക്കായിട്ട് വെള്ളം വന്ന് നേരം വെളുവോടുകളും ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞിട്ടാണ് കൂടുന്നത്. വെള്ളം ഓരോരോ പാത്രത്തിലേക്ക് ഇങ്ങനെ നിറയുന്നുണ്ടോ നോക്കിയിട്ട് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. 70 വയസ്സ് കഴിഞ്ഞ ലക്ഷ്മിയമ്മയുടെ വാക്കുകളാണിവ. വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് കോഴിക്കോട് പൂവത്തുങ്ങൽ പ്രദേശവാസികൾ. അധികാരികളോട് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും എടുക്കാൻ തയ്യാറായില്ല. പമ്പിന് കേടായിരുന്നു ആദ്യം പറയുന്നത്. ഇപ്പൊ പമ്പൊക്കെ നന്നാക്കി ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമാണ് വെള്ളം. എല്ലായിടത്തേക്കും വെള്ളം വിടേണ്ട കാരണം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ഇല്ല എന്നാ പറയുന്നത്. ഞങ്ങൾക്കിവിടെ വെള്ളം വേണ്ടേ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം ഇല്ലാതെ ഇപ്പോൾ ഒരു ദിവസവും ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാം. ഇപ്പം വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. 12 മണി 1 മണിക്കൊക്കെയാണ് എല്ലാവരും ഉറക്കമൊഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മളൊക്കെ പണിക്ക് പോകുന്ന ആളുകളാണ്. ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിട്ട് രാവിലെ എണീക്കാനും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥലക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം വീടിന് സമീപത്ത് കുഴൽക്കിണർ കുഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ളവർ. എന്നാൽ വെള്ളമില്ലെങ്കിലും മുടങ്ങാതെ ഇരുട്ടടിയായി വാട്ടർ അതോറിറ്റിയുടെ ബില്ല് ഇവരെ തേടിയെത്തും. വേനൽ കനക്കുന്നതോടെ കുടിവെള്ളത്തിനായി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. റിപ്പോർട്ടർ, കോഴിക്കോട്.